ജീവിതത്തിൻ്റെ വഴിത്താരകളിൽ ഒരു ഞെരുക്കത്തിൻ്റെ തലമാണോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഞെരുക്കത്തിൻ്റെ പാതയിലൂടെയുള്ള യാത്രയാണോ? ഞെരുക്കത്തിൻ്റെ കുടുംബസ്ഥിതിയാണോ? ഏതൊക്കെ മേഖലകളിൽ ഞെരുക്കം അനുഭവിക്കുന്നുണ്ട്? ആ തലത്തിലായിരിക്കുന്ന ദൈവമക്കളോട് ആഴം ശക്തമായി ഇന്ന് പരിശുദ്ധാത്മാവ് ദൂത് വെളിപ്പെടുത്തുക. സങ്കീർത്തനം 4:1 എൻ്റെ നീതിയായ ദൈവമേ, ഞാൻ വിളിക്കുമ്പോൾ ഉത്തരം അരുളണമേ. ഞാൻ ഞെരുക്കത്തിൽ ഇരുന്നപ്പോൾ നീ എനിക്ക് വിശാലത വരുത്തി. എന്നോട് കൃപ തോന്നി എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. പരിശുദ്ധാത്മാവ് ആഴമായി ചൂണ്ടിക്കാണിക്കുന്ന ഒരു ദൂത്, വ്യക്തമായി ഇടപെടുന്ന ദൈവത്തിൻ്റെ ശബ്ദം. ഞെരുക്കത്തിൽ ഇരുന്നപ്പോൾ വിശാലത. എപ്പോഴാ വിശാലതയുടെ വാതിൽ തുറക്കപ്പെട്ടത്? എപ്പോഴാ വിശാലതയുടെ ആരംഭം ജീവിതത്തിൽ കടന്നു വന്നത്? ദാവീദേ, എപ്പോഴാ വിശാലതയുടെ ആ ഒരു പദ്ധതി ദൈവം കണ്ടതും വെളിപ്പെടുത്തിയതും? കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ ഈ ദൂത് പതിയത്തക്ക നിലയിൽ വെളിപ്പെടുത്തുക. ദൈവത്തിൻ്റെ പൈതലേ, ഇന്നത്തെ ഞെരുക്കം മറക്കുന്ന നിലയിലുള്ള ഒരു വിശാലത ജീവിതത്തിൻ്റെ തലങ്ങളിലുണ്ട്. എപ്പോഴാ വിശാലത വെളിപ്പെട്ടു വന്നത്? ഞെരുക്കത്തിൽ ഇരുന്നപ്പോഴാ. ദാവീദിൻ്റെ കാലഘട്ടത്തിൽ ജീവിതത്തിൻ്റെ യാത്രകളിൽ ഒരു ഞെരുക്കത്തിൻ്റെ അനുഭവം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഭക്തൻ വളരെ വ്യക്തമായി പറയുന്നത്, ഞാൻ ഞെരുക്കത്തിലിരുന്നപ്പോഴാ എൻ്റെ കർത്താവ് എന്നെക്കുറിച്ച് കണ്ട ആ വലിയ പ്ലാനും ആ വലിയ പദ്ധതികളും ആ വലിയ വാഗ്ദത്തങ്ങളും പുറപ്പെടുവിച്ചത്, അത് വെളിപ്പെടുത്തിയത്. ദൈവത്തിൻ്റെ പൈതലേ, ഇന്നത്തെ ഈ ഞെരുക്കം എന്തിനാന്ന് ചോദിച്ചാൽ വാഗ്ദത്തങ്ങളുടെ വാതിൽ തുറക്കപ്പെടാനാ. വിശാലതയുടെ ചുവടുവെപ്പുകൾ ജീവിതത്തിൻ്റെ തലങ്ങളിൽ ദൈവം വെളിപ്പെടുത്താൻ വേണ്ടിയാ. പരിശുദ്ധാത്മാവ് ആഴവും ശക്തമായി ദൂത് വെളിപ്പെടുത്തുന്നു. ഒരു വിശാലതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലേ? എൻ്റെ ജീവിതത്തിൻ്റെ മേഖലകളിൽ ഒരു വിശാലത വെളിപ്പെട്ടേ മതിയാകൂ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നില്ലേ? ദൈവത്തിൻ്റെ പൈതലേ, അതൊരു പ്രാർത്ഥനാ വിഷയമായി മാറിയില്ലേ? അതിനായിട്ട് ഉപവസിക്കുന്നില്ലേ? അതിനായി പാദമെടുത്തിരിക്കുന്നില്ലേ? അതിനായി കണ്ണുനീരൊഴുക്കുന്നില്ലേ? ഈ സ്ഥിതി എന്തിനെ കാണിക്കുന്നത്? ഈ സാഹചര്യം എന്തിനെ വിരൽ ചൂണ്ടി കാണിക്കുന്നത്? മറ്റൊന്നുമല്ല, ഇത് മാനുഷികമായി ഇതിനകത്തൊരു ചലനമില്ല. മാനുഷികമായി ഇതിനകത്തൊരു പ്രവൃത്തി തലങ്ങൾ വെളിപ്പെടാനില്ല. ദൈവം ചെയ്താലേ ഉള്ളൂ. ദൈവത്തിൻ്റെ കരം ചലിച്ചാലേ ഉള്ളൂ. ദൈവം പ്രവർത്തിച്ചാൽ മാത്രമേ ഉള്ളൂ. പരിശുദ്ധാത്മാവ് ഹൃദയമറിഞ്ഞ്, ജീവിതസ്ഥിതി അറിഞ്ഞ്, ജീവിതത്തിൻ്റെ മുഖാന്തരങ്ങളെ അറിഞ്ഞ് ഇന്ന് ദൂത് ശക്തവും ആഴമായി വെളിപ്പെടുത്തുന്നു. ഇതല്ല ദൈവത്തിൻ്റെ പൈതലേ ജീവിതത്തിൻ്റെ അവസ്ഥ. ദൈവം തൊട്ടാൽ മാത്രം, ദൈവം പ്രവർത്തിച്ചാൽ മാത്രം, ദൈവം ചലിച്ചാൽ മാത്രമേ എൻ്റെ ജീവിതത്തിൽ ഒരു വിശാലതയുള്ളൂ. പരിശുദ്ധാത്മാവ് ആഴമായി ദൂത് വെളിപ്പെടുത്തുന്നു. ഞെരുക്കത്തിലിരുന്നപ്പോൾ ദൈവം എന്നെ വിശാലതയിലേക്ക് കൊണ്ടുവന്നു. ദൈവത്തിൻ്റെ പൈതലേ, ഈ ദിവസങ്ങളിൽ മാനസികമായി ഞെരുക്കം അനുഭവിക്കുന്നുണ്ടോ? മാനസിക തലത്തിൽ ഒരു ഞെരുക്കം, കഴിഞ്ഞ കാലങ്ങളിൽ കടന്നു പോകുന്ന വഴികൾ, അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ, ആ വിഷയങ്ങളെ ചൊല്ലി മനസ്സ് ഞെരുങ്ങുന്നുണ്ടോ? പരിശുദ്ധാത്മാവിൻ്റെ ദൂത് ഒരു വിശാലത കണ്ടിരിക്കും. ശരീരത്തിൽ അനുഭവിക്കുന്ന ആ രോഗനിമിത്തം ശരീരം ഞെരുക്കം അനുഭവിക്കുന്നുണ്ടോ? ദൈവത്തിൻ്റെ പൈതലേ, ആ രോഗമണ്ഡലങ്ങളിൽ ദൈവത്തിൻ്റെ സൗഖ്യമുണ്ട്. ആ രോഗതലങ്ങളിൽ ദൈവത്തിൻ്റെ വിടുതലുണ്ട്. സാമ്പത്തിക തലങ്ങളിൽ ഞെരുക്കം അനുഭവിക്കുന്നുണ്ടോ? ഒരു വലിയ വിശാലത ഇതാ കൺമുമ്പിൽ ദൈവം തുറക്കാൻ പോകുന്നു. ഒരു വലിയ വാതിൽ ദൈവം തുറക്കാൻ പോകുന്നു. ഇനിയുള്ള ആയുസ്, ഇനിയുള്ള ജീവിതത്തിൻ്റെ തലങ്ങൾ ദൈവത്തിൻ്റെ പൈതലേ ഇനി ഞെരുക്കത്തിലല്ല, ഇനി വിശാലതയില. എൻ്റെ കാൽച്ചുവടുകൾ ദൈവം ഇനി മാറ്റിവെപ്പിക്കുക. ഇപ്പോൾ ഞാൻ ആയിരിക്കുന്ന ഞെരുക്കത്തിലാണെങ്കിൽ എൻ്റെ വാഗ്ദത്തം ഞെരുക്കത്തിൻ്റെ വാഗ്ദത്തമല്ല, എൻ്റെ വാഗ്ദത്തം വിശാലതയുടെ വാഗ്ദത്തമാ. ഞാൻ ആരാധിക്കുന്ന എൻ്റെ ദൈവം, ഞാൻ പ്രാർത്ഥിക്കുന്ന എൻ്റെ ദൈവം എന്നോട് ഇടപെട്ട ദൂത് ഞെരുക്കത്തിൽ കഴിയൂന്നല്ല, എൻ്റെ ദൈവനെ വിശാലതയിലേക്ക് നടത്തുമെന്ന
പരിശുദ്ധാത്മാവ് ആഴവും ശക്തമായി ദൂത് വെളിപ്പെടുത്തുന്നു. ഈ ഞെരുക്കം വിശാലതയിലേക്ക് വരും. ഈ ഞെരുക്കം വിശാലതയുടെ തലങ്ങൾ തുറക്കപ്പെടും. ഈ വാക്ക് കുറിച്ചിടട്ടെ ഹൃദയത്തിൽ. ഈ ദിവസങ്ങളിൽ തലമുറയും ഒരു വിശാലതയിലെത്തിക്കും, കുടുംബത്തെയും വിശാലതയിലെത്തിക്കും. ഇന്ന് ഞെരുക്കം അനുഭവിക്കും ദൈവത്തിൻ്റെ വൈതിലെ വലിയൊരു വിശാലത കൺമുമ്പിൽ വെളിപ്പെട്ടു വരാൻ പോവാ. വചനം പറയുന്നു, ഞാൻ ഞെരുക്കത്തിലിരുന്നപ്പോൾ നീ എനിക്ക് വിശാലത വരുത്തി. എൻ്റെ ദൈവം വിശാലത വരുത്തും. എൻ്റെ കർത്താവ് വിശാലത വരുത്തും. ആ നിലയിൽ ദൈവം അനുഗ്രഹിക്കും, ദൈവം മാനിക്കും. പ്രാർത്ഥിക്കട്ടെ. നിത്യനായിരിക്കും ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അങ്ങയുടെ ദൂതനായി സ്തോത്രം, അങ്ങയുടെ ആലോചനയ്ക്കായി സ്തോത്രം. ജനത്തെ സഹായിക്കണം. അവരുടെ അവസ്ഥയിൽ ഈ ഞെരുക്കത്തിൽ കർത്താവെ തളർന്നു പോകല്ലേ, ഈ ഞെരുക്കത്തിൽ ക്ഷീണിച്ചു പോകല്ലേ, ഈ ഞെരുക്കത്തിൽ മടുത്തു പോകരുത് കർത്താവെ. അങ്ങയുടെ നീതിയുള്ള ഭുജം, അങ്ങയുടെ അധികാരത്തിൻ്റെ കരം ഇന്ന് ജനത്തെ ബലപ്പെടുത്തി വിശാലതയുടെ വാതിൽ തുറന്ന്, വിശാലതയുടെ വഴികൾ തുറന്ന് ദൈവം അനുഗ്രഹിപ്പാ ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം കേൾക്കുന്ന ദൈവമക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പ്രാർത്ഥനാ വിഷയം ചോദിച്ച വിഷയങ്ങളൊക്കെ അപ്പാ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുക. ദൈവനീതിയോടെ പ്രവർത്തിക്കണം. ഈ ദിവസങ്ങളിൽ അത്ഭുതം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.